Again, welcome to PMS classes. എടാ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ SLCയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്, അതായത് ശബ്ദ തരംഗം എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ശ്രദ്ധിക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി ഇത് കഴിഞ്ഞ മോഡൽ എക്സാമിനോ പബ്ലിക് എക്സാമിനോ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എടാ ശ്രദ്ധിക്കാം, ഒരു അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പ്രസ്താവന കാരണം ടൈപ്പ് ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കണേ. എടാ, ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രസ്താവന ഇതാണ് തന്നത്. ഒരു മാധ്യമത്തിലൂടെയുള്ള തരംഗവേഗം മാധ്യമത്തിന്റെ സ്വഭാവ സവിശേഷതയെ ആശ്രയിച്ചിരിക്കുന്നു. ആ പറഞ്ഞ പ്രസ്താവന ശരിയാണടാ, തെറ്റാണോ? എടാ, ഒരു മാധ്യമത്തിലൂടെയുള്ള തരംഗവേഗം മാധ്യമത്തിന്റെ സ്വഭാവ സവിശേഷതയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ സ്പീഡല്ല എന്തിലൂടെയുള്ളത്, ജലത്തിലൂടെയുള്ളത്, അല്ലെങ്കിൽ ഗ്ലാസിലൂടെയുള്ളത്, അല്ലെങ്കിൽ വയറിലൂടെയുള്ളത്. ഓരോ മാധ്യമം മാറുമ്പോൾ ശബ്ദത്തിന്റെ സ്പീഡ് എന്താകുന്നുണ്ട്, മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തരംഗത്തിന്റെ സ്പീഡ് എന്താകുന്നുണ്ട്, മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രസ്താവന ശരിയാണ്. ശ്രദ്ധിക്കണേ, ഇത് എപ്പോ എക്സാമിൽ ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. വേഗം സ്ഥിരമായിരിക്കുമ്പോൾ തരംഗത്തിന്റെ ആവൃത്തി തരംഗത്തിന് വിപരീതാനുപാതത്തിലായിരിക്കും. അല്ലെ, നമുക്കറിയാം വേഗവും ആവൃത്തിയും തരംഗവും തമ്മിലുള്ള ഇക്വേഷൻ V = എന്താടാ, F ഗുണിക്കണം ലാംഡയാണ്. V മീൻസ് എന്താടാ, V മീൻസ് തരംഗത്തിന്റെ വേഗതയാണ്. F മീൻസ് എന്താടാ, ആവൃത്തിയാണ്. ലാംഡ മീൻസ് എന്താടാ, തരംഗ ദൈർഘ്യമാണ്. അപ്പൊ നിങ്ങൾ നോക്കി, ഇത് കോൺസ്റ്റന്റ്, ഇതെന്താണ്, സെയിം ആണ്. ഇപ്പം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഞാൻ തൽക്കാലം വീന്റെ വാല്യൂ 100 എന്ന് എടുത്ത്. ഞാൻ F 50 ആണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും, 2 ആയിരിക്കും. അല്ലേ? ഇനി ഞാൻ ഇത് 100 തന്നെ, ഇതിന് മാറ്റയില്ല, 100 തന്നെ കൊടുത്ത്. ഇത് ഞാൻ 25 ആക്കിയാൽ ഇതിന്റെ വാല്യൂ എത്രയാടാ, 4 അല്ലേ? ഇനി ഇത് 100 തന്നെ, ഇവനെ ഞാൻ കൂട്ടി എത്രയാക്കി മാറ്റിയടാ, 100 ആക്കി മാറ്റിയാൽ ഇവന്റെ വാല്യൂ എത്രയാടാ, 1 ആണ്. അപ്പൊ നിങ്ങൾ പറയും തരംഗ വേഗം എന്താണ്, സ്ഥിരം, മാറ്റമില്ല. അങ്ങനെയാണെങ്കിൽ F കൂടിക്കൊണ്ടേയിരിക്കുമ്പോ അല്ലെ, F 50 100 പോകുമ്പോ ഇതിന്റെ വാല്യൂ എന്താന്ന് 2 1 കുറയാണ്. അല്ലെ, 50 100 പോകുമ്പോ F കൂടുമ്പോ ലാംഡേന്റെ വാല്യൂ എന്താടാ, കുറയാ ചെയ്യുന്നേ. ഇനി F കുറയുമ്പോ 50 25 പോകുമ്പോ ലാംഡ എന്താണ്, കൂടുക ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഒരുത്തം കൂടുമ്പോ മറ്റോ കുറയുന്നു. ഈ രണ്ട് പ്രസ്താവനയും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല. എന്തില്ലടാ, ഒരു കണക്ഷൻ ഇല്ല. അപ്പൊ ഏതാടെ വരിക നോക്കണേ. അപ്പൊ ഇവിടെ വരിക ഏതാണ്, പ്രസ്താവനയും കാരണവും ശരിയാണ്. എന്നാൽ കാരണം പ്രസ്താവനയെ വിശദീകരിക്കുന്നില്ല. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. എടാ, ഒന്നാം പദ ജോഡി ബന്ധം കണ്ടെത്തി രണ്ടാം പദ ജോഡി ബന്ധം പൂർത്തിയാക്കുക. നോക്കണേടാ, തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് ആണ് ഇവിടെ എന്ത് തന്നത്, മീറ്റർ തന്നത്. നമുക്കറിയാം തരംഗ ദൈർഘ്യം ലാംഡ, അവന്റെ യൂണിറ്റ് എന്താടാ, SI യൂണിറ്റ് മീറ്റർ ആണ്. സിമ്പൽ M കൊടുക്കുക. അങ്ങനെയാണ് പറഞ്ഞോ. ആവൃത്തിന്റെ സിമ്പൽ ഓർമ്മ ഉണ്ടാ, ആവൃത്തിന്റെ സിമ്പൽ F ആയിരുന്നു. അല്ലെ, എഫിന്റെ SI യൂണിറ്റ് പഠിപ്പിച്ചു തന്ന ഓർമ്മ ഉണ്ടാ. എഫിന്റെ SI യൂണിറ്റ് എന്താണ് പഠിപ്പിച്ചു തന്നെ, ഹെഡ്സ് ആണ് പഠിപ്പിച്ചു തന്നെ. അല്ലെ, എന്താണ് പഠിപ്പിച്ചു തന്നെ, ഹെഡ്സ് ആണ് പഠിപ്പിച്ചു തന്നെ. അതിന്റെ സിമ്പൽ ഓർമ്മ ഉണ്ടടാ. അതിന്റെ സിമ്പൽ എന്താ എഴുതിയത്, നമ്മൾ HZ എന്ന് എഴുതിയത്. ഇപ്പൊ ഇവിടെ എന്താ കൊണ്ടുപോയി ഏതണ്ടതാ, ഹെഡ്സ് എന്ന് എഴുതണേ. വെറും HZ എന്ന് പോയി ഏതറ്, അവിടെ മലയാളത്തിൽ കൊണ്ടുപോയിട്ട് എന്ത് എഴുതണം, ഹെഡ്സ് എന്ന് എഴുതണം. ഇനി അടുത്ത നോക്കണേടാ, പ്രകാശ തരംഗങ്ങൾ എന്തിന് എക്സാമ്പിളാ, അനുപ്രസ്ഥ തരംഗത്തിന് എക്സാമ്പിളാ. ഇനി ജലത്തിൽ ഉണ്ടാകുന്ന ഓളങ്ങള് അനുപ്രസ്ഥ തരംഗാണോ അനുദൈർഘ്യ തരംഗാണോ? എടാ, ജലത്തിൽ ഉണ്ടാകുന്ന ഓളങ്ങളിൽ അനുപ്രസ്ഥ തരംഗമുണ്ട്, ചെറുതായിട്ട് എന്തുകൊണ്ട്, അനുദൈർഘ്യ തരംഗമുണ്ട്. കൂടുതലായിട്ട് എന്ത് തന്നെയാ ഉള്ളത്, അനുപ്രസ്ഥ തരംഗം തന്നെയാ ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്താ, അനുപ്രസ്ഥ തരംഗം നേതാ, അനുപ്രസ്ഥ തരംഗം നേതാ. അല്ലെ, അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യം തമ്മിലുള്ള വ്യത്യാസം അറിയോ? അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. നോക്കണേടാ, അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും തമ്മിലുള്ള വ്യത്യാസം, അനുപ്രസ്ഥാണെങ്കിൽ നമ്മൾ പഠിച്ചതാണ്. അനുപ്രസ്ഥാണെങ്കിൽ തരംഗം ഇങ്ങനെ പോന്ന്, അല്ലെ, ബ്ലാക്ക് കളറിൽ ഞാൻ കാണാണ്, തരംഗം കാണിക്കുകയാണ്. അല്ലെങ്കിൽ തരംഗത്തിന്റെ ഊർജം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുപ്രസ്ഥ തരംഗാണെങ്കിൽ അതേ ദിശയിലാണ് ആരും സഞ്ചരിക്കടാ, നമ്മളെ പാർട്ടിക്കിൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ എന്താണ് പാർട്ടിക്കിൾ ഉണ്ടാകുന്ന ദോലനം എന്തായിരിക്കും, പാർട്ടിക്കിൾ ഉണ്ടാകുന്ന ദോലനം അതിനെന്തായിട്ടാ ഉണ്ടാവുക, ലംബായിട്ടാ ഉണ്ടാവുക. പാർട്ടിക്കിൾ ഉണ്ടാകുന്ന ദോലനം അതിന് ലംബായിട്ടാണെങ്കിൽ, അതിന് ലംബായിട്ടാണ് സംഭവിക്കുന്നെങ്കിൽ അതെന്തായിരിക്കും, അനുപ്രസ്ഥ തരംഗമായിരിക്കും.
ഇനി അനുദൈർഘ്യ തരംഗാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, അനുദൈർഘ്യ തരംഗാണെങ്കിൽ നമ്മൾ പഠിപ്പിച്ചതാണ്, എടാ തരംഗം ഇങ്ങോട്ടേക്ക് പോകുന്നത് അതേ ദിശയിൽ തന്നെയാണ് ദോലനം വരുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതെന്ത് തരംഗാടാ, അനുദൈർഘ്യ തരംഗാണ്. ലംബായിട്ടാണെങ്കിൽ അനുപ്രസ്ഥ തരംഗം, അതേ ദിശയിൽ വരികയാണെങ്കിൽ എന്താ, അനുദൈർഘ്യ തരംഗാണ്. സമാന്തരമായിട്ട് ദോലനം ചെയ്യുകയാണെങ്കിൽ, തരംഗത്തിന്റെ പ്രേക്ഷണ ദിശ ദോലനത്തിന് സമാന്തരാണെങ്കിൽ അനുദൈർഘ്യം, ലംബാണെങ്കിൽ ആരാണടാ, അനുപ്രസ്ഥാണ്. ലംബാണെങ്കിൽ ആരാ, അനുപ്രസ്ഥാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നോക്കണേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ എടാ. 0.5 സെക്കൻഡിൽ 50 ശൃംഗങ്ങളും 50 ഗർത്തങ്ങളും ഉണ്ടാക്കുന്ന തരംഗത്തിന്റെ ആവൃത്തി എത്ര? 0.5 സെക്കൻഡ് സമയം തന്നടാ. സമയത്തിന്റെ വാല്യൂ നമുക്കറിയാം, സിമ്പിൾ അറിയാം, ടി ആണ്. ടി ഈക്വൽ ടു ഞാൻ എഴുതി വെച്ചടാ എത്ര, 0.5 സെക്കൻഡാ അല്ലെ. 50 ശൃംഗങ്ങളും 50 ഗർത്തങ്ങളും ഉണ്ട്. എന്താടാ ശൃംഗം, എന്താടാ ഗർത്തം, നമ്മൾ പഠിച്ചില്ലേ. അനുപ്രസ്ഥ തരംഗത്തിന്റെ ചിത്രം ഇങ്ങനെയാണ്. ഈ റാ പോലെ വരുന്ന സാധനമാണ് ഒരു ശൃംഗം, ഈ യു പോലെ വരുന്ന സാധനമാണ് എന്ത്, ഒരു ഗർത്തം. അപ്പൊ നോക്കിയടാ, ഒരു ശൃംഗവും ഒരു ഗർത്തവും കൂടി കഴിഞ്ഞാൽ ഒരു തരംഗം അല്ലേ. ഒരു ശൃംഗവും ഒരു ഗർത്തവും കൂടി ചേർന്നാൽ ഒരു തരംഗ സൈക്കിളാണ്, നമുക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ രണ്ട് ശൃംഗം ഇവിടെ നോക്കണം, ഇങ്ങനെ നോക്കി, ഇവിടെ രണ്ട് ശൃംഗം ഉണ്ട്, രണ്ട് ഗർത്തവും ഉണ്ട്. രണ്ട് ശൃംഗവും രണ്ട് ഗർത്തവും കൂടി ചേർന്നാൽ നമുക്ക് എത്ര കിട്ടി, രണ്ട് തരംഗ സൈക്കിള് കിട്ടി. ഇവിടെ നോക്കണേടാ, 50 ശൃംഗം ഉണ്ട്, 50 ഗർത്തം ഉണ്ട്. ശൃംഗത്തിന് ഞാൻ എന്ത് കൊടുക്കാണ്, ക്രസ്റ്റിന്റെ സീന്ന് കൊടുക്കാണ്. ഗർത്തത്തിന് ഞാൻ എന്ത് കൊടുത്ത്, ട്രഫിന്റെ ടീന്ന് കൊടുത്ത്. നമുക്കറിയാം ഒരു ശൃംഗവും ഒരു ഗർത്തവും കൂടി ചേർന്നാൽ ഒരു തരംഗ അല്ലെ. രണ്ട് ശൃംഗത്തിന്റെ ക്രസ്റ്റിന്റെ സീന്ന് കൊടുത്താണ്, രണ്ട് ഗർത്തവും കൂടി ചേർന്ന് നമുക്കറിയാം രണ്ട് തരംഗ സൈക്കിളാ. അങ്ങനെയാണെങ്കിൽ പറയടാ, 50 ശൃംഗവും 50 ഗർത്തവും കൂടി ചേർന്നാൽ 50 തരംഗ സൈക്കിളല്ലേ, 50 തരംഗ സൈക്കിളാണ്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി ആകെ തരംഗങ്ങളുടെ എണ്ണം എത്രയാടാ, 50 അല്ലേ. അങ്ങനെയാണെങ്കിൽ ആവൃത്തി കണ്ടുപിടിച്ചൂടടാ. ആവൃത്തിന്റെ ഇക്വേഷൻ നമ്മൾ പഠിപ്പിച്ചു തന്ന ആവൃത്തി എഫ് സമം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാ. ആകെ തരംഗം ഡിവൈഡഡ് ബൈ എന്താടാ, ആകെ സമയാണ്. ആകെ തരംഗം ഡിവൈഡഡ് ബൈ ആകെ സമയ. ഇവിടെ ആകെ തരംഗം എത്ര ഉണ്ടടാ, 50 എണ്ണം ഉണ്ട്. ആകെ സമയം എത്രയാ, 0.5. ഇത് ചെയ്താ അവിടെ ആൻസറാ അല്ലെ. ഇവിടെ ചെയ്യേണ്ട എന്താണ്, 50 ഡിവൈഡ് ബൈ 0.5 ചെയ്താൽ അവിടെ ആൻസർ ആണ്. നോക്കണേ, നമുക്ക് ആവൃത്തി എഫ് ഇവിടെ കിട്ടാൻ പോകുന്നത് 50 ഹരിക്കണം 0.5. ഇവിടെ 0.5നെ പഠിപ്പിച്ചാണെങ്കിലേ 5/10 എന്ന് മാറ്റിയിരിക്കൂടെ, ഇല്ലടാ. 0.5നെ നമുക്ക് മാറ്റിയെന്നാ 5/10 അങ്ങനെയാണെങ്കിൽ നോക്കിയടാ, 50 ഡിവൈഡഡ് ബൈ 5/10. ഈ 10 നേരെ എങ്ങോട്ടേക്ക് ഏരടാ, മേലോട്ടേക്ക് ഏരൂലേ. അങ്ങനെയാണെങ്കിൽ നോക്കടാ, ഇത് 50 × 10 ഡിവൈഡ് ബൈ 5 ആയിട്ട് മാറൂലേ. അപ്പൊ എന്താടാ വരിക, 5 ൽ 5 ഒരു പ്രാവശ്യം, 10 ൽ 5 2 പ്രാവശ്യം. ഫൈനൽ ആൻസർ ഈസ് 50 × 2. 50 × 2 എന്ന് വെച്ചാൽ എത്രയാടാ, 100 ആണ്. 1000 എഴുതിപ്പോയ 1000 അല്ല, എത്ര വരിക, 100 ആണ് വരിക. 100 യൂണിറ്റ് എന്തിട്ട് കൊടുക്കണം, ഹെഡ്സിന്റെ ഹെഡ്സെറ്റ് ഇട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ അല്ലെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നാൽ ആകെ തരംഗം ഡിവൈഡഡ് ബൈ ആകെ സമയം ചെയ്തോളാം. ഓക്കെ, എന്നാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ ശബ്ദ സ്രോതസ്സും പ്രതിപതന തലവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം എത്ര? പഠിപ്പിച്ചെന്നാണ്, ഓർമ്മ ഉണ്ടാ? അതെ, എത്ര വരിക? എടാ, വായുവിൽ പ്രതിധ്വനി കേൾക്കണേ മിനിമം എത്ര ദൂരം വേണം? 17.5 മീറ്റർ ദൂരം വേണം. 17.5 മീറ്ററോ അതിൽ കൂടുതലോ വന്നാൽ മാത്രമേ നമ്മൾ വായുവിൽ എന്ത് കേൾക്കുള്ളൂ? പ്രതിധ്വനി കേൾക്കുള്ളൂ. അല്ലെങ്കിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാ? ടി സമയം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം? 0.1 ആയിരിക്കണം. ഞാൻ സംസാരിക്കുന്ന ശബ്ദം ഒരു മതിൽമ തട്ടി തിരിച്ചു വരാൻ എടുക്കുന്ന സമയം 0.1 അതിനേക്കാളും കൂടുതലോ ആണെങ്കിൽ നമുക്ക് ആരാ ഔദാര്യം വേണ്ട, അവിടെ എന്ത് കേൾക്കൂടാ? പ്രതിധ്വനി കേൾക്കും. ഏത് മാധ്യമത്തിൽ മാത്രം? വായു എന്ന മാധ്യമത്തിൽ മാത്രം. സമയം 0.1 അതിൽ കൂടുതലാണ്, പിന്നെ ഒന്നും നോക്കണ്ട, നമ്മൾ അവിടെ എന്ത് കേൾക്കും? വായുവിലും പ്രതിധ്വനി കേൾക്കൽ ഉറപ്പാണ് അല്ലെ. ഇവിടെ എന്തെങ്കിലും മല എന്തെങ്കിലും വേണേ പ്രതിധ്വനി സംഭവിക്കാൻ, ശബ്ദം പ്രതിപതിച്ച് വരാൻ എന്തെങ്കിലും എന്ത് വേണം? ഒരു തടസ്സം വേണം, എന്നാലേ എന്ത് കേൾക്കുള്ളൂ? പ്രതിധ്വനി കേൾക്കുള്ളൂ. ഓക്കെ, 0.1 കൂടുതലാണ് സമയമെങ്കിൽ നോക്കാനില്ല, അവിടെ എന്ത് കേൾക്കാൻ ചാൻസ് ഉണ്ടടാ? പ്രതിധ്വനി കേൾക്കാൻ ചാൻസ് ഉണ്ട്.
എന്നാ നോക്കണേ അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? നമ്മൾ പഠിപ്പിച്ചു തന്നാണ് അല്ലേ. മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിന്റെ ആവൃത്തി 20 ഹെഡ്സ് മുതൽ എത്ര വരെയാടാ? 20,000 ഹെഡ്സ് വരെ വരുന്ന എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും. അതിൽ കുറവും പറ്റൂല, അതിൽ കൂടുതലും പറ്റൂല. അങ്ങനെയാണ് നോക്കിക്കേ. 5 ഹെഡ്സ് 20,000 ഉള്ളിലാണോ വരുന്നത്? അല്ലടാ, 20,000 താഴെയല്ലേ. അപ്പൊ ഇതൊരിക്കലും നമുക്ക് കേൾക്കാൻ പറ്റൂലടാ. ഇവിടെ നോക്കിയേ, 2000 ഹെഡ്സ് അല്ലെ. 2000 ഹെഡ്സ് എന്ന് വെച്ചാൽ 20 ഹെഡ്സിന്റെയും 20,000 ഹെഡ്സിന്റെ ഇടയില. അപ്പൊ ഒന്നും നോക്കാനില്ല, 2000 എനക്കും കേൾക്കാൻ പറ്റൂ, ഇങ്ങക്കും കേൾക്കാൻ പറ്റൂ, അതിലൊരു പ്രശ്നമില്ല. ഇത് നോക്കണേ, 200 KHz എന്നുള്ളത്. KHz എന്ന് വെച്ചാൽ നമ്മൾ എന്താ റേഡിയടാ? കിലോ ഹെഡ്സ് എന്ന റേഡിയ അല്ലെ. അപ്പൊ 200 കിലോ ഹെഡ്സ് എന്ന് വെച്ചാൽ 200 കഴിഞ്ഞിട്ട് നോക്കണേ, 1 കിലോ എന്ന് വെച്ചാൽ 1000 ആണ്. ഇതിന്റെ കൂടെ എത്ര 0 ഇട്ട് കൊടുക്കണം? 3 0 ഇട്ട് കൊടുക്കണം. അപ്പൊ ഇത് റേഡിയോ എത്രയാ? 1, 10, 100, 1000, 10,000, ലക്ഷം, 2 ലക്ഷം ഹെഡ്സാ. ഇതൊരു മനുഷ്യന് കേൾക്കാൻ പറ്റുമോ? ഇതൊരു മനുഷ്യന് കേൾക്കാൻ പറ്റൂടാ. 2 ലക്ഷം ഹെഡ്സ് നമുക്ക് ഒരിക്കലും കേൾക്കാൻ പറ്റൂല. അപ്പൊ ഇത് നമുക്ക് കേൾക്കാൻ പറ്റൂല. ഇനി നോക്കട്ടെ, 50 കിലോ ഹെഡ്സ് മാറ്റണ്ടേ? 50ന്റെ കൂടെ എത്ര 0 ഇട്ട് കൊടുക്കാം? 3 0 ഇട്ട് കൊടുക്കാം. 1, 10, 100, 1000, 10,000, 50,000 ഹെഡ്സാ. ഒരിക്കലും കേൾക്കാൻ പറ്റൂല. 20,000 ഹെഡ്സ് വരെ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാടെ വരിക? ബി എന്നുള്ള ആൻസറാ വരിക. അതിന്റെ ആൻസർ ഏതാ വരിക? ബി എന്നുള്ള ആൻസറാ. ഞാൻ നോക്കണേ, തന്നിരിക്കുന്ന പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് എഴുതുക. നീളം കുറഞ്ഞ പെൻഡുലത്തിന് ഒരു ദോലനം പൂർത്തിയാക്കാൻ കുറഞ്ഞ സമയം മതിയാകും. പഠിപ്പിച്ചു തന്നല്ലേ എടാ, ഇത് പഠിപ്പിച്ചു തന്നതാ അല്ലേ എടാ. നീളം കൂടുമ്പോ സമയം കൂടും, ടൈം പീരീഡ് കൂടും. അതേസമയം ആവൃത്തി എഫ് എന്താ ചെയ്യാ? കുറയാ ചെയ്യാ. ഇനി നേരാ ഇതിന്റെ ഓപ്പോസിറ്റ് പഠിപ്പിച്ചാന്ന് ഓർമ്മണേ. നീളം കുറയാണെങ്കിൽ, ലെങ്ത് കുറയാണെങ്കിൽ പറഞ്ഞോ, പീരീഡ് ടി എന്തായിരിക്കും? ടൈം എന്തായിരിക്കും? കുറവായിരിക്കും. ആവൃത്തി എഫ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഒരു വീഡിയോ ഒക്കെ ക്ലാസ്സിൽ ഇട്ടിയാന്ന് ഓർമ്മ ഉണ്ടാ? അപ്പൊ നീളം കൂടുമ്പോ പീരീഡ് കൂടും, ആവൃത്തി കുറയും. നീളം കുറയുമ്പോ ടൈം കുറയും, സമയം കുറയും. ആര് കൂടടാ? ആവൃത്തി കൂടും. കാരണം ആവൃത്തിയും ടൈമും തമ്മിലുള്ള ഇക്വേഷൻ നമുക്കറിയാം. എഫ് ഇസ് ഈക്വൽ ടു എന്താടാ? 1/t ആ. ഒരുത്തം കൂടിയാ മറ്റോ കുറയൽ ഉറപ്പാ അല്ലെ. രണ്ടും വിപരീത അനുപാതത്തിലാണ്. അപ്പൊ നോക്കണം, ഇവിടെ തന്നെ എന്താ? നീളം കുറഞ്ഞ പെൻഡുലത്തിന് ഒരു ദോലനം പൂർത്തിയാക്കാൻ കുറഞ്ഞ സമയം മതിയാവും. നീളം കുറയുമ്പോൾ ആര് കുറയടാ? സ്വാഭാവികമായിട്ട് സമയം കുറയും. അപ്പൊ ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? എടാ, ഈ പ്രസ്താവന എന്താ? നീളം കുറയുമ്പോൾ സമയം കുറയും, പിന്നെ ഒന്നും നോക്കാനില്ല. ഈ പ്രസ്താവന എന്താടാ? ശരിയാ. ഈ പ്രസ്താവന, തന്നിരിക്കുന്ന പ്രസ്താവന എന്താടാ? ശരിയാണ്. ഓക്കെ, എന്നാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എടാ, ചേരുംപടി ചേർക്കുക. ഇതൊക്കെ പാസ്സാക്കാൻ വേണ്ടിയിരുന്ന ക്വസ്റ്റ്യനാ, എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലെ. സോണാർ ഇത് കണ്ട നമുക്ക് അറിയുന്ന സാധനമാണ്. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദം ഏതാടാ? സോണാറിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? അൾട്രാസോണിക്ക അല്ലെ. ഈ ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന തരംഗമാണ് ഏതാടാ? സീസ്മിക് തരംഗം. ഇനി ആവർത്തന പ്രതിപതനം കാരണമാണ് എന്തുണ്ടാവുക? അനുരണനം ഉണ്ടാവുക. ഒരു മുഴക്കാണ് ഈ ഗിറ്റാറിന്റെയോ ഈ സമയത്തൊക്കെ ഉണ്ടാകുന്ന ആവർത്തന പ്രതിപതനം കാരണമാണ് എന്തുണ്ടാവുക? അനുരണനം ഉണ്ടാവുക. ഇനി സൗണ്ട് ബോർഡ് മെയിൻ ആയിട്ട് എന്തിനാ ഉപയോഗിക്കുന്നത്? പ്രതിപതനം എന്നുള്ള പ്രിൻസിപ്പിൾ വെച്ചിട്ടല്ലേ സൗണ്ട് ബോർഡ് പ്രവർത്തിക്കുക അല്ലെ. നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുന്ന സൗണ്ട് ബോർഡ് പ്രവർത്തിക്കുക എന്താണ്? ഈ പ്രതിപതനം എന്നുള്ള ഫിനോമിന വെച്ചിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? നമ്മൾ സൗണ്ട് ബോർഡ് പ്രവർത്തിക്കുന്നത്. അപ്പൊ സൗണ്ട് ബോർഡിന് നേരെ എന്താ കൊടുക്കേണ്ടത്? പ്രതിപതന കൊടുക്കേണ്ടത്. അനുനാദം ഒന്ന് കൊടുക്കറേ. അനുനാദത്തിന്റെ കേസിലാ വരിക, രണ്ടിന്റെ ആവൃത്തി സെയിം ആണ്. എന്നാൽ മാത്രമേ പ്രണോദിത കമ്പനത്തിൽ രണ്ടാൾക്കാരുടെ ആവൃത്തി സെയിം ആയാൽ മാത്രമേ എന്ത് വരുള്ളൂ? അനുനാദം വരുള്ളൂ. അപ്പൊ അതും എന്താ? തെറ്റാണ്. ഇനി അടുത്ത നോക്കുക. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കണേ. താഴെ നൽകിയിരിക്കുന്നവയെ തന്നിരിക്കുന്ന പട്ടികയിൽ തരം തിരിച്ചെഴുതുക അല്ലെ. ഒന്നുമില്ല, നമുക്കറിയാം തരംഗങ്ങളെ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുള്ളതുണ്ട്, ആവശ്യമില്ലാത്തതുണ്ട്. സഞ്ചരിക്കാൻ മാധ്യമം നിർബന്ധമായതിനെ വിളിക്കുന്ന പേരാണ് യാന്ത്രിക തരംഗം അല്ലെ. സഞ്ചരിക്കാൻ മാധ്യമം നിർബന്ധമായ തരംഗത്തിനെ വിളിക്കുന്ന പേരാണ് എന്തടാ? യാന്ത്രിക തരംഗം. ഇനി സഞ്ചരിക്കാൻ മാധ്യമം നിർബന്ധം ഇല്ലടാ, അവന് മാധ്യമം ഉണ്ടെങ്കിലും പോവും, മാധ്യമം ഇല്ലെങ്കിലും പോവും. അങ്ങനെയുള്ള തരംഗത്തിനെ വിളിക്കുന്ന പേരാണ് എന്തടാ? വൈദ്യുത കാന്തിക തരംഗം. അങ്ങനെയുള്ള തരംഗത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത് വരിക? വൈദ്യുത കാന്തിക തരംഗം. ഇവിടെ നോക്കിയടാ, റേഡിയോ തരംഗം വൈദ്യുത കാന്തിക തരംഗാണോ യാന്ത്രിക തരംഗാണോ? ഇവിടെ റേഡിയോ തരംഗത്തിന് സഞ്ചരിക്കാൻ മാധ്യമമൊന്നും ആവശ്യമില്ല, ചങ്ങായി ഫ്രീ സ്പേസിൽ എല്ലായിടെയും പോകും. അതുകൊണ്ട് റേഡിയോ തരംഗത്തിന് ഉദാഹരണ വൈദ്യുത കാന്തിക തരംഗത്തിന് ഉദാഹരണ. ഇനി നോക്കണേ, ജലോപരിതലത്തിൽ രൂപപ്പെടുന്ന ഓളങ്ങൾ. ജലം ഇല്ലെങ്കിൽ ഓളം ഉണ്ടാവോ?
എടാ ഓളുണ്ടാണ് ആര് വേണം? ജലം വേണം. അപ്പൊ ഈ എക്സാമ്പിൾ എന്തായിട്ടാ വരിക? യാന്ത്രിക തരംഗത്തിനാ വരിക. ജലം ഇല്ലെങ്കിൽ അവിടെ യാന്ത്രിക തരംഗം ഉണ്ടാവില്ല. ഇനി ശബ്ദ തരംഗം. എടാ ശബ്ദ തരംഗത്തിന് സഞ്ചരിക്കണേ മാധ്യമം ആവശ്യമാണോ ഇല്ലയോ? ചന്ദ്രനിൽ പോയി സംസാരിച്ചാൽ കേൾക്കുവോ? ഇല്ല. ശബ്ദ തരംഗം എന്തിന് എക്സാമ്പിളാ? യാന്ത്രിക തരംഗത്തിന് എക്സാമ്പിളാ. ഇനി പ്രകാശ തരംഗം ഇല്ലേ? സണ്ണിന്ന് എർത്തിലേക്ക് എന്ത് വരുന്നുണ്ട്? ലൈറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരുപാട് ഫ്രീ സ്പേസ് ഉണ്ട്. ആരും ഇല്ലാത്ത സ്ഥലത്ത് കൂടി ഒക്കെ സഞ്ചരിച്ചിട്ടാണ് പ്രകാശം എവിടെ എത്തുന്നത്? ഭൂമിയിലേക്ക് എത്തുന്നത്. അപ്പൊ ഒന്നും നോക്കാനില്ല. പ്രകാശ തരംഗം എന്തിൽ വരുവാടാ? വൈദ്യുതകാന്തിക തരംഗം. പ്രകാശ തരംഗത്തിന് ഉദാഹരണ, വൈദ്യുതകാന്തിക തരംഗത്തിന് ഉദാഹരണ, യാന്ത്രിക തരംഗത്തിന് ഉദാഹരണം ശബ്ദ തരംഗം ആരും ഉള്ളൂ, ജലത്തിൽ ഉണ്ടാകുന്ന ഓളങ്ങളേ ഉള്ളൂ. ബാക്കി രണ്ടും എന്താ? വൈദ്യുതകാന്തിക തരംഗം. ഒരു മീഡിയം ഉണ്ടെങ്കിലും പോ, ഇല്ലെങ്കിലും പോ. ഓക്കെ, ഒരു മാധ്യമം ഉണ്ടെങ്കിലും പോ, മാധ്യമം ഇല്ലെങ്കിലും പോ. അങ്ങനത്തെ തരംഗത്തിന് നമ്മൾ എന്ത് വിളിച്ചേ? വൈദ്യുതകാന്തിക തരംഗം എന്ന് വിളിച്ചു. ഓക്കെ, എന്നാ അടുത്ത് നോക്കണേ. താഴെ തന്നിരിക്കുന്ന ഇവയുടെ കാരണങ്ങൾ എഴുതുക എന്ന് പറയുന്നത്. എടാ ഹാളുകളിലെ സീലിംഗുകൾ വളച്ചു നിർമ്മിക്കുന്നു അല്ലെ? ഹാളുകള് വലിയ ഓഡിറ്റോറിയത്തിന്റെ ഒക്കെ സീലിംഗ് ഇങ്ങനെ നിർമ്മിക്കുക. കാരണം ശബ്ദം എന്താക്കണം? എല്ലായിടെയും ഒരേപോലെ എത്തണം അല്ലെ? ഒരു സ്ഥലത്ത് മാത്രം അധിക ശബ്ദം എത്താൻ പറ്റില്ല. ശബ്ദം യൂണിഫോം ആയിട്ട് എല്ലാവരുടെയും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സീലിംഗ് വളച്ചുപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പറയാൻ പറ്റും അനുരണനം കുറക്കാൻ വേണ്ടിയിട്ട്, മുഴക്കം കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ സീലിംഗ് ഒക്കെ എന്താക്കുക? വളച്ച് നിർമ്മിക്കുക അല്ലെ? ആവർത്തന പ്രതിപതനം കാരണം ഇതിങ്ങനെ വെച്ചാൽ എല്ലാവരുടെയും ഒരേപോലെ കിട്ടും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ശബ്ദത്തിന്റെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, എല്ലാ ഭാഗത്തും ഒരേപോലെ ശബ്ദം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സീലിംഗ് എന്താക്കുന്നത്? വളച്ച് നിർമ്മിക്കുന്നത്. ശ്രദ്ധിക്കണം, ഇടിനാദം ഉണ്ടാകുമ്പോൾ ജനാലകൾ കമ്പനം ചെയ്യുന്നു അല്ലെ? ഇടിനാദം കാരണം ജനാല കമ്പനം ചെയ്യും. ഒരുത്തം കാരണം മറ്റോ കമ്പനം ചെയ്യും. അങ്ങനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രണോദിത കമ്പനം അല്ലെ? അതിനെ വിളിക്കുന്ന പേരായിരുന്നു എന്ത്? പ്രണോദിത കമ്പനം അല്ലെ? നമ്മളിപ്പോ അറിയാം തൃശ്ശൂർ പൂരമായിട്ട് അനുബന്ധിച്ച് വെടിക്കെട്ട് അപകടം ഉണ്ടായാലും അപ്പൊ ആ ചുറ്റുപാടുള്ള ജനലൊക്കെ എന്തായിട്ടുണ്ട്? പൊട്ടിത്തെറിച്ചു വയ്ക്കുന്നുണ്ട് അല്ലെ? ജനൽ ചില്ലൊക്കെ എന്തായിട്ടുണ്ട്? പൊട്ടിത്തെറിച്ചു വയ്ക്കുന്നുണ്ട്. അതിന്റെ റീസൺ എന്താ? പ്രണോദിത കമ്പനാണ്. ഈ പടക്കം പൊട്ടുമ്പോൾ അതിന്റെ തരംഗം കാരണം, അതിന്റെ ആവൃത്തി കാരണം എന്താണ്? അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് ഒന്ന് കാരണം ജനൽ ചില്ല എന്താക്കിയാണ്? പൊട്ടിത്തെറിച്ച്. എന്തിന്റെ എക്സാമ്പിൾ ആണടാ? പ്രണോദിത കമ്പനത്തിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇടിനാദം കാരണം ജനല പൊട്ടുന്നത് അല്ലെങ്കിൽ ജനല കമ്പനം ചെയ്യുന്നത്, അതെന്തിന് എക്സാമ്പിളാ? പ്രണോദിത കമ്പന. ഇനി ഓഡിറ്റോറിയങ്ങളുടെ തറയും ഭിത്തിയും പരിക്കനാക്കുന്നു പറഞ്ഞതാണ്. എന്തിനാണ്? അനുരണനം കുറക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ആവർത്തന പ്രതിപതനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ പ്രാവശ്യം പ്രതിപദിച്ചാൽ മിനുസാകുമ്പോൾ കുറേ പ്രാവശ്യം പ്രതിപദിക്കും. അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് എന്താക്കുന്നത്? പരുക്കനാക്കുന്നത്. അപ്പൊ എന്താക്കാണ്? നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും ആവർത്തന പ്രതിപതനം കുറക്കാനാണ്. ഇവിടെ ഏതാണ്? ആവർത്തന പ്രതിപതനം കുറക്കാൻ. അല്ലെ? മറ്റെന്തായിരുന്നു? പ്രണോദിത കമ്പനാണ്. എഴുതിയില്ലേ? മറ്റേ പ്രണോദിത കമ്പനം നമ്മൾ എഴുതി വെച്ചാണ്. ഇനി തൂക്കുപാലത്തിലൂടെ പട്ടാളക്കാരെ മാർച്ച് ചെയ്തു പോക്കാൻ അനുവദിക്കില്ല അല്ലെ? പഠിപ്പിച്ചതാണ്. തൂക്കുപാലം എന്താക്കാണ്? ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സാധനമാണ് അല്ലെ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് എന്താവും? കമ്പനം ചെയ്യും. അതിന്റെ ആവൃത്തിയും ഈ പട്ടാളക്കാർ ഇങ്ങനെ പാലത്തിൽ വന്ന് ഇങ്ങനെ അടിക്കുകയാണ്. ആ ബൂട്ടിന്റെ ആവൃത്തിയും സെയിം ആയിട്ട് വന്നാൽ പാൽ ഏത് അവസ്ഥയിൽ എത്താൻ ചാൻസ് ഉണ്ടടാ? അനുനാദം എന്നുള്ള അവസ്ഥയിൽ എത്താൻ ചാൻസ് ഉണ്ട്. രണ്ടാളുടെ ആവൃത്തി സെയിം ആയാൽ അനുനാദം എന്നുള്ള അവസ്ഥയിലേക്ക് വരും. ആ അനുനാദം കാരണമാണെങ്കിൽ നല്ല ആയതിയിൽ കമ്പനം ചെയ്യും. ആ കമ്പനം കാരണം ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതെന്താക്കറ്? തൂക്കുപാലത്തിലൂടെ പട്ടാളക്കാരെ മാർച്ച് പാസ് ചെയ്യാൻ എന്താക്കാത്തത്? സമ്മതിക്കാത്തത് അല്ലെ? അപ്പൊ നമ്മൾ അവിടെ എന്താ എഴുതി കൊടുക്കുക? അനുനാദം എന്നുള്ള ഫിനോമിന, പ്രതിഭാസം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കാറ്? പട്ടാളക്കാരോട് മാർച്ച് പാസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എഴുതാൻ പറ്റും അനുനാദം എന്ന പ്രതിഭാസം ഇല്ലാതാക്കുക അല്ലെങ്കിൽ കുറക്കാൻ വേണ്ടിയിട്ട്. അനുനാദം എന്ന പ്രതിഭാസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്? തൂക്കുപാലത്തിലൂടെ പട്ടാളക്കാരോട് മാർച്ച് പാസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്. ആ വേർഡ് വന്നാൽ തന്നെ പബ്ലിക് എക്സാമിന് നമുക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സിമ്പിൾ ക്വസ്റ്റ്യനാ. എടാ ഭൂകമ്പത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന തരംഗം ഏതെന്നാ ചോദിച്ച് അല്ലെ? ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന തരംഗത്തിന് വിളിക്കുന്ന പേരെന്താ? കോമൺ ആയിട്ട് വിളിക്കുന്ന പേരെന്താടാ? സീസ്മിക് തരംഗാണ് അല്ലെ? ഭൂകമ്പത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന തരംഗത്തിന്റെ പേര് സീസ്മിക് തരംഗാണ്. ഇനി ഭൂകമ്പത്തിന്റെ തീവ്രത നിർണ്ണയിക്കുന്നത് ഏത് സ്കെയിലാണ്? സെന്റിമീറ്റർ സ്കെയിലാണോ? മീറ്റർ സ്കെയിലാണോ? മീറ്റർ സ്കെയിലിൽ ഭൂകമ്പത്തിന്റെ ഇന്റൻസിറ്റി അളക്കാൻ പറ്റൂടാ?
പഠിപ്പിച്ചെന്നാണ്. ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുന്നത് ഏതിലാണ്? റിക്ടർ സ്കെയിലാണ്. ഏത് സ്കെയിലാണ്? റിക്ടർ സ്കെയിലാണ് നമ്മൾ എന്തിന്റെ ഇന്റൻസിറ്റി അളക്കുക, തീവ്രത അളക്കുക? എന്തിന്റെ അളക്കടാ? ഭൂകമ്പത്തിന്റെ ഇന്റൻസിറ്റി അളക്കുക, തീവ്രത അളക്കയിലാണടാ? റിക്ടർ സ്കെയിലാണ്. ഓക്കെ. അപ്പൊ ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുന്ന സ്കെയിൽ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക റിക്ടർ സ്കെയില്. ഭൂകമ്പത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന തരംഗത്തിന്റെ പേര് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക എന്താടാ? സീസ്മിക് തരംഗമാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. അത് നോക്കാം. 512 ഹെഡ്സ് ആവൃത്തിയിലുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് സെൻസസ് കോളത്തിന്റെ വായ് ഭാഗത്ത് പിടിക്കുക. അല്ലെ, സോറി, സെൻസസ് കോളം അല്ലടാ, റെസണൻസ് കോളത്തിന്റെ വായ് ഭാഗത്ത് പിടിക്കുക. അല്ലെ, റെസണൻസ് കോളത്തിന്റെ വായ് ഭാഗത്ത് പിടിക്കുക. ശബ്ദത്തിന് നേരിയ വർധനവ് ഉണ്ടാകുന്നു. റെസണൻസ് കോളത്തിനുള്ളിലെ വായുവിനുണ്ടാകുന്ന കമ്പനം ഏത് പേരിൽ അറിയപ്പെടുന്നു? അല്ലെ, ഇത്രയേ ഉള്ളൂ. നമ്മളിതൊരു റെസണൻസ് കോളം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു അപ്പാരറ്റൈസ് ആയിരിക്കും. വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്ന ചെറിയൊരു പൈപ്പ് ലൈൻ. അല്ലെ, വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്ന ചെറിയൊരു പൈപ്പ് ലൈൻ. സപ്പോസ് ഞാൻ പറയാണ് ഇവിടം വരെ എന്തുണ്ട്? വെള്ളമുണ്ട്, ബാക്കി മൊത്തം എന്താ? വായുവാണ്. പോയോ? ഇവിടം വരെ വെള്ളമുണ്ട്, ബാക്കി മൊത്തം എന്താ? വായുവാണ്. അല്ലെ, റെസണൻസ് കോളത്തിൽ ഉണ്ടാകുന്ന വായുവിനുണ്ടാകുന്ന കമ്പനം ഏത് പേരിൽ അറിയപ്പെടുന്ന ചോദ്യം. ഇതിന്റെ വായ്ഭാഗത്ത് ഞാൻ എന്ത് വെക്കുന്നുണ്ടാ? 512 ഹെഡ്സിലുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് വെക്കുന്നുണ്ട്. എടാ, ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ കമ്പനം കാരണമല്ലേ ഈ വായുവിന് കമ്പനം ഉണ്ടാവുക? അല്ലെ, ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ കമ്പനം കാരണം വായുവിന് കമ്പനം ഉണ്ടാകുന്ന, ഒരുത്തം കാരണം വേറൊരുത്തിന് ഉണ്ടാകുന്ന കമ്പനം, അതിനെ വിളിക്കുന്ന പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണെടാ? പ്രണോദിത കമ്പനാണ്. എന്താണ്? പ്രണോദിത കമ്പനം. ഇനി അകത്തുള്ള കുഴൽ സാവധാനം ഉയർത്തുമ്പോൾ ശബ്ദത്തിന്റെ ഉച്ചത വർദ്ധിക്കുന്നതിന് കാരണം എന്ത്? ശബ്ദത്തിന്റെ ഉച്ചത വർദ്ധിക്കുന്നതിന് കാരണം എന്ത്? അപ്പൊ ശ്രദ്ധിക്കണേടാ, ഇതിന്റെ എത്ര? 512 ഹെഡ്സാ. അപ്പൊ ശബ്ദത്തിന്റെ കോയിൽ മേലോട്ടേക്ക് വലിക്കും തോറും അതിലെ വായുവിന്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു പോവാണ്. കാരണം വെള്ളം കയറുന്തോറും ഇതിന്റെ വായുവിന്റെ അളവ് എന്താവും? കുറഞ്ഞു പോകും. നമുക്കറിയാം, വായുവിന്റെ അളവ് കുറയാണെങ്കിൽ, വായുവിന്റെ ലെങ്ത് കുറയാണെങ്കിൽ ശ്രദ്ധിക്കണേ, ഇതിന്റെ പിരീഡ് കൂടും. ഇതിന്റെ പിരീഡ് കുറയും. പിരീഡ് കുറഞ്ഞാൽ ഇവൻ എന്താക്കും? ആവൃത്തി കൂടും. ഇവന്റെ ആവൃത്തി എന്താവും? കൂടി വരും. ശ്രദ്ധിക്കണേടാ, പിരീഡ് കുറഞ്ഞാൽ ഇവന്റെ ആവൃത്തി എന്താവും? കൂടി വരും. ശ്രദ്ധിക്കണേ, വായുവിന്റെ അളവ് ഈ അതാണ് അകത്തുള്ള കുഴൽ സാവധാനം ഉയർത്തുമ്പോൾ എന്താണ്? വെള്ളം കൂടി വരും. അല്ലെ, സാവധാനം ഉയർത്തുമ്പോൾ വായുവിന്റെ അളവ് എന്താ? ഇവിടെ കുറഞ്ഞു പോകും. അല്ലെ, വായുവിന്റെ അളവ് കുറഞ്ഞു പോകും. ഫ്രീക്വൻസി എന്താവും? കൂടി വരും. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്കത് വേണ്ട. നമുക്ക് ഇതിന്റെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം. അകത്തുള്ള കോയിൽ സാവധാനം ഉയർത്തുമ്പോൾ ശബ്ദത്തിന്റെ ഉച്ചത വർദ്ധിക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ നമ്മളെ സിസ്റ്റം എന്താണ്? അനുനാദം എന്നുള്ള അവസ്ഥയിലേക്ക് എന്താണ്? എത്തിക്കൊണ്ടേയിരിക്കുക. അല്ലെ, നമ്മളെ ശബ്ദം ഇങ്ങനെ പോയി അനുനാദം എന്നുള്ള അവസ്ഥയിൽ പോയിട്ട് ഇങ്ങനെ വീണ്ടും ഇറങ്ങിപ്പോവുക ചെയ്യുക. അപ്പൊ നമുക്ക് പറയാൻ പറ്റും നമ്മളെ സിസ്റ്റം അല്ലെങ്കിൽ എന്താ, നമ്മൾ ഈ റെസണൻസ് കോള അപ്പാരറ്റസ് എന്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്? അനുനാദം എന്നുള്ള അവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ ശബ്ദത്തിന്റെ ഉച്ചത എന്താണെന്നത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നത്. അല്ലെ, അകത്തുള്ള കോയിൽ സാവധാനം ഉയർത്തുമ്പോൾ ശബ്ദത്തിന്റെ ഉച്ചത വർദ്ധിക്കുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ റെസണൻസ് കോളം അപ്പാരറ്റസ് അല്ലെങ്കിൽ റെസണൻസ് കോളം ഏത് അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്? അനുനാദം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ കേറി അനുനാദം എന്നുള്ള അവസ്ഥയിലേക്ക് എത്താൻ പോവാണ്. ഈ ശബ്ദത്തിന്റെ ഉച്ചത ഏറ്റവും കൂടുതലാകുന്ന സന്ദർഭത്തിൽ വായുവിന്റെ കമ്പനാവൃത്തി എത്രയെന്ന ചോദ്യം. എടാ, ശബ്ദത്തിന്റെ ഉച്ചത ഏറ്റവും ഉയർന്ന അവസ്ഥ എന്ന് വെച്ചാൽ ഏത് അവസ്ഥയാണ്? അനുനാദം എന്നുള്ള അവസ്ഥയാണ്. അനുനാദം എന്നുള്ള അവസ്ഥയിൽ ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ആവൃത്തിയും ഈ വായു രൂപത്തിന്റെ ആവൃത്തി എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അല്ലെ, അനുനാദം എന്നുള്ള അവസ്ഥയിൽ ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ആവൃത്തിയും വായു രൂപത്തിന്റെ ആവൃത്തിയും സെയിം ആയിരിക്കണം. ട്യൂണിംഗ് ഫോർക്കിന്റെ ആവൃത്തി ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 512 ഹെഡ്സ് ആണ്. അപ്പൊ ഒന്നും നോക്കാനില്ല, ഇവിടെ എന്ത് എഴുതാൻ പറ്റും? 512 ഹെഡ്സ് എഴുതാൻ പറ്റും. ഓക്കെ, ബി പാർട്ടിന്റെ ആൻസർ എന്താ? നമ്മുടെ സിസ്റ്റം എയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെടാ. അനുനാദം എന്നുള്ള അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ശബ്ദം കൂടി വരുന്നത്. ആദ്യത്തെ ആൻസർ എന്താടാ? പ്രണോദിത കമ്പനാണ്. മൂന്നാമത്തെ ആൻസർ 512 ഹെഡ്സ് ആണ്. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് എന്താക്കാം? അടുത്ത ഭാഗത്ത് പറയാം.